അക്ഷയ കൂടി നമുക്കുണ്ട്. അക്ഷയ ആളുകൾ അതിവൈകാരികമായി സംസാരിക്കുന്ന നേരത്തെയും അക്ഷയ തേടിയ പ്രതികരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആറ്റിങ്ങൽ നഗരം പിന്നിടാൻ ഏറെ സമയം എടുക്കുകയാണ്. അക്ഷയ, ആറ്റിങ്ങൽ നഗരം പിന്നിടാൻ ഏറെ സമയമെടുക്കുകയാണ്. ആറ്റിങ്ങലിൽ നേരത്തെ മൂന്നുമുക്കിൽ, അതിന് പിന്നാലെ KSRT സ്റ്റാൻഡിന് സമീപത്ത് വലിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കച്ചേരി നടയിൽ വലിയ തിരക്ക് കാണുന്നു. ആറ്റിങ്ങൽ നഗരം പിന്നിടാൻ സമയം കുറെ എടുക്കുന്നുമുണ്ട്. ഈ വൈകിയ രാത്രിയിലും അതിവൈകാരികമായി തന്നെ VS-നായി മുദ്രാവാക്യം മുഴക്കുന്ന മുദ്രാവാക്യം വിളികളുടെ അലയൊലിയാണ് അന്തരീക്ഷത്തിലാകെ, അല്ലേ? തീർച്ചയായും രതീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രക്തപങ്കിലമായ ആറ്റിങ്ങൽ കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ മണ്ണിലേക്ക് എത്തുമ്പോൾ നേരത്തെയൊക്കെ രതീഷ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ ഇനി എത്രമാത്രം ആളുകൾ ഉണ്ടാകുമെന്നുള്ളത്. അവിടെ ആ വഴി തുടങ്ങുന്നിടത്ത് തുടങ്ങി ഇതാ ഈ പാതയിൽ ഇരുവശവും ആളുകൾ അത്രമാത്രം തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രിയ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇനിയും ആളുകൾ ഇതിനെ എങ്ങനെ കാണാനാകും? ആലപ്പുഴ വരെ ആളുകൾ ഈ രണ്ട് ഭാഗത്ത് നിറഞ്ഞു കവിയുമോ എന്നൊക്കെ ആളുകൾ തന്നെ ഇവിടെ നിന്ന് പരസ്പരം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അത്രമാത്രം ആളുകൾ എത്തുകയാണ്. സമയം മുന്നോട്ട് പോകുന്നതും നേരത്തെ സൂചിപ്പിച്ച പോലെ VS-നെ യാത്ര അയക്കാനായി എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടുകയാണ്. ഉറക്കമൊഴിഞ്ഞ് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഉറങ്ങേണ്ടുന്ന സമയമാണ്. ആ സമയത്തും VS-നെ കാണാനായി കണ്ടോ? VS-നെ കണ്ടു, മുദ്രാവാക്യം വിളിച്ചു. നമ്മുടെ സ്വന്തം നേതാവാണ് സഖാവ് VS. നമ്മുടെ സഖാവ് അതാണ് നമ്മുടെ സഖാവ്. VS പക്ഷമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നവർ, എല്ലാ കാലത്തും VS പക്ഷമാണ്, എല്ലാ കാലത്തും പാർട്ടിയാണെന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിൽ അതിവൈകാരികമായിട്ടുള്ള VS എന്നുള്ള രണ്ടക്ഷരം തന്നെ വൈകാരികതയ്ക്കപ്പുറത്തേക്ക് എങ്ങനെ നമുക്ക് ചിന്തിക്കാനാകും എന്നുള്ളതാണ്. VS-ന്റെ കാലഘട്ടം തന്നെ നമുക്ക് എടുക്കാം. വിഭാഗീയതയുടെ കാലഘട്ടമാണെങ്കിൽ പോലും പാർട്ടിയെ അത്രമാത്രം സ്നേഹിക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ VS പക്ഷമായി പോകുന്ന ഒരു കാലവും നാളുമൊക്കെ കടന്നാണ് നമ്മളിതാ ഇവിടെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും CPM ആണെങ്കിലും ഇന്ന് ഭരിക്കുന്ന സർക്കാരാണെങ്കിലും ഒക്കെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ VS-നെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. VS പാർട്ടിയെയും വളർത്തി, പാർട്ടി VS-നെയും വളർത്തിയെന്ന്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. VS വളർത്തിയ പാർട്ടി, VS-നെ വളർത്തിയ പാർട്ടി, ആ പാർട്ടിയുടെ അണികളിതാ മുദ്രാവാക്യം വിളികളും എത്തിക്കൊണ്ട് എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും 4 വയസ്സുകാരനും 40 വയസ്സുകാരനും ഒക്കെ ഒരുപോലെ എത്തിക്കൊണ്ട് തെരുവോരങ്ങളിൽ എത്തിക്കൊണ്ട് അന്ത്യാഭിവാദ്യം മുഴക്കുകയാണ് പ്രിയപ്പെട്ട സഖാവിന്. അവസാനമായി ഒരു നോക്ക് കാണാൻ എത്ര പേർക്ക് കാണാൻ കഴിയും? നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കാം. നോക്കൂ, ഇത്രമാത്രം തിങ്ങിക്കൂടുന്ന ഒരു ജനസാഗരം. ആ ജനസാഗരത്തിനിടയിലൂടെ കടന്നു വരുന്ന ഒരു വാഹനവ്യൂഹം. ആ വാഹനവ്യൂഹത്തിലേക്ക് ഇവിടെ നിന്ന് എത്തി നോക്കിയാൽ പോലും ഒന്നും കാണാൻ സാധിക്കില്ല. എന്നിട്ടും VS-നെ കണ്ടെന്ന, വാഹനം കണ്ടതിൽ VS-നെ കണ്ടെന്ന ഉള്ള ഒരു ആത്മസംതൃപ്തിയോടെ മടങ്ങുന്ന ആളുകളെ ഒക്കെ നമുക്ക് കാണാനാകും. കണ്ടോ? VS-നെ കണ്ടോ? കുറെ നേരം കാത്തുനിന്നില്ല. ഞങ്ങൾ ആക്ച്വലി കണ്ടിട്ട് വന്നതാണ്. വീണ്ടും പുറകെ പോവാണ്. എവിടെ വരെ പോകും? കൊല്ലം വരെ. എന്താ VS-നെ ഓർക്കും പെട്ടെന്ന്? ഞങ്ങൾക്ക് വളർന്നു വന്നത് തൊട്ട് കാണുന്നൊരു എന്താ പറയുക, ഭയങ്കര പരിചിതമായിട്ടുള്ള മുഖമാണ്. ഇപ്പം പെട്ടെന്ന് ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് ഒരു യുഗം അവസാനിക്കുന്ന പോലൊരു പ്രതീതിയാണല്ലോ. തന്നെയാണ് ഒരു യുഗത്തിന്റെ അന്ത്യം തന്നെയാണ്. അതാണ് പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും VS-നെ പറ്റി പറയാനുള്ളതാണ്. ഞങ്ങളുടെ VS, ഞങ്ങളുടെ യുഗത്തിന്റെ അന്ത്യം, ഞങ്ങളുടെ കാലഘട്ടത്തിന്റെ അവസാനം എന്നൊക്കെ പറയുന്ന ഒരുപോലെ പറയുകയാണ്. ഇതാ നമുക്ക് മുൻപിലൂടെ, നമുക്ക് സൈഡിലൂടെ ഇപ്പോൾ VS-ന്റെ മൃതദേഹം ഏന്തിയിട്ടുള്ള ആ വാഹന വ്യൂഹം കടന്നു പോവുകയാണ്. VS അങ്ങനെ മടങ്ങുകയാണ്. അദ്ദേഹം ആലപ്പുഴയിലേക്ക് മടങ്ങുകയാണ്. തിരുവനന്തപുരത്തിന്റെ VS അദ്ദേഹം തിരികെ മടങ്ങുന്നു. ഇത്രയും 8.5 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതത്തിനും ഒപ്പം തന്നെ രാഷ്ട്രീയ ജീവിതത്തിനും സാംസ്കാരിക ജീവിതത്തിനും ഒക്കെ അവസാനമാവുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെ നായകനിത നമുക്ക് മുൻപിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്ര മുഹൂർത്തമാണ്. കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏടെന്ന് പറയുന്നത് നമുക്ക് മറക്കാനാകാത്ത നിമിഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ജനസാഗരം പ്രിയപ്പെട്ട സഖാവിനെ, പ്രിയപ്പെട്ട VS-നെ യാത്രയാക്കാനായി ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ. അവർക്ക് കണ്ടിട്ടും മതിവരാതെ ആളുകളെയൊക്കെ നമുക്ക്